വെൽക്കം ബാക്ക് ടു RVN കസ്റ്റംസ്. നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ടൈപ്പ് 2 സ്വിഫ്റ്റ് ആണ്. ഇത് കസ്റ്റമറുടെ കൊണ്ടുവരുമ്പോൾ നമുക്കിത് വൈറ്റ് കളറിലാണ് നമുക്ക് വണ്ടി വരുന്നത്. ഇത് നമ്മൾ ഇപ്പോൾ അവരുടെ ആവശ്യപ്രകാരം നമ്മൾ അത് 3-4 കളർ അവർ സെലക്ട് ചെയ്തായിരുന്നു ആദ്യം. പിന്നെ ലാസ്റ്റ് സെലക്ട് ചെയ്തതെന്ന് വെച്ചാൽ മഞ്ഞ കളറാണ്, യെല്ലോ കളറാണ് സെലക്ട് ചെയ്തത്. അങ്ങനെ പിന്നെ ലാസ്റ്റ് നിമിഷത്തിൽ അത് വീണ്ടും മാറി ഒരു വെറൈറ്റി കളർ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഒരു കളർ അവർ തന്നെ സാമ്പിൾ എടുത്തുകൊണ്ട് വന്ന് അടിച്ച് ക്ലിയർ ചെയ്തു. അപ്പോൾ സാമ്പിളൊക്കെ അടിച്ച് ക്ലിയർ ചെയ്ത് അവർ ഓക്കെ പറഞ്ഞു. അങ്ങനെ അതിൽ തന്നെ നമ്മൾ ക്ലിയർ ചെയ്താണ് ഈ കളർ സെലക്ട് ചെയ്തത്. അപ്പം കളറൊക്കെ അടിച്ചിട്ടേക്കെയാണ് നമ്മൾ ജസ്റ്റ് ഒരു പോളിഷ് മാത്രം ചെയ്ത് നമ്മളിത് ഫിറ്റിങ്ങിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു പോളിഷ് മാത്രം ചെയ്ത് നമ്മൾ അവർക്ക് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് അവർ ഫിറ്റ് ചെയ്ത് ക്ലിയർ ചെയ്തതിന് ശേഷമാണ് ബാക്കി പോളിഷ് ചെയ്ത് ഫൈനൽ ഫിനിഷിങ്ങിലോട്ട് മാറുന്നത്. അപ്പം പിന്നെ ഇതിനകത്തുള്ളതെന്ന് പറയുന്നത് അഡീഷണൽ ഫിറ്റിംഗ്സ് എന്ന് പറയുന്നത് നമ്മൾ ടൈൽ ലാമ്പ് പുതിയ മോഡലാണ്, ഹെഡ് ലാമ്പ് ഉണ്ട്, അലോയ്സ് ഉണ്ട്, അലോയ്സ് ഓൾറെഡി ഫിറ്റ് ചെയ്തൊക്കെയാണ്. പിന്നെ ഇൻറ്റീരിയർ ഫുൾ വർക്കുണ്ട്, സീറ്റിൻ്റെ വർക്കുണ്ട്, സീറ്റും എല്ലാം ചേഞ്ച് ചെയ്യാണ്. പിന്നെ അത് കൂടാതെ നമുക്ക് കസ്റ്റം വർക്കാണ്, മറ്റേ സ്കേർട്ട്, ഡിഫ്യൂസർ, സൈഡ് സ്കേർട്ട്, അങ്ങനെ കുറച്ച് പരിപാടികളും കൂടി ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ മെയിനായിട്ട് ചെയ്തേക്കുന്നതെന്ന് പറയുന്നത് ഒരു പുതിയൊരു മോഡൽ സ്കേർട്ടാണ്. സ്വിഫ്റ്റിനകത്ത് നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മൾ തന്നെ കസ്റ്റം ചെയ്ത് ഉണ്ടാക്കിയ ഒരു സ്കേർട്ടാണ്. അത് വേറെ ആരും ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ തന്നെ ഒരു വണ്ടിക്ക് ചെയ്തിട്ടുണ്ട്, ഒരു പച്ച വണ്ടിക്ക് വേണ്ടി നമ്മളിത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു വാഗനറിനകത്തൊക്കെ നമ്മളല്ലാതെ ഒരു ചെറുതാക്കി തന്നെ ഒരു വാഗനറിലും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു എർട്ടിഗയ്ക്കും ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 4ാമത്തെ വണ്ടിയാണിത്. അപ്പം ഇതിനകത്തും അവർക്ക് ഈ സ്കേർട്ട് തന്നെ വേണം എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ വന്നത്. അപ്പോൾ ഇതിനകത്ത് ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ സ്കേർട്ട് ചെയ്തിട്ട് നമ്മളത് ജോയിൻ ചെയ്ത് എല്ലാം ക്ലിയർ ചെയ്ത് ഫുള്ള് പുട്ടി വർക്ക് ചെയ്താണ് ജോയിൻ ചെയ്ത്. അപ്പോൾ അറിയാത്ത രീതിയിൽ അത് ആയിട്ടുള്ള ഒരു മാച്ചിങ് വരത്തക്ക രീതിയിലാണ് ചെയ്തേക്കുന്നത്. പിന്നെ അതേപോലെ ഫോഗ് ലാമ്പ് വരുന്ന ഒരു പീസിൻ്റെ എടുക്കൽ. അപ്പോൾ നമ്മളത് ടൈപ്പ് 2 സ്വിഫ്റ്റിൻ്റെ സ്പോർട്സ് ബമ്പറിനുള്ള മറ്റേ കണ്ണാണ്. അപ്പോൾ അത് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സെൻറ്ററിൽ വരുന്ന പോർഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു ഹണിക്കോമ്പ് മെഷ കൊടുത്തേക്കുന്നത്. അത് ഇച്ചിരി ചെറുപ്പത്തിലാക്കിയിട്ടുണ്ട്, എന്ന് വെച്ചാൽ ഇവിടുത്തെ ഇച്ചിരി വലിപ്പമാണ്, അപ്പോൾ ഒരു ചെറുപ്പത്തിലാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ ഗ്രില്ല് എന്ന് പറയുന്നത് ഗ്ലോസി ബ്ലാക്കിൽ തന്നെ നോർമൽ നമ്മുടെ കമ്പനി വരുന്ന ഗ്രില്ല് തന്നെ ഗ്ലോസി ബ്ലാക്കിൽ തന്നെ നമ്മൾ ആഡ് ചെയ്തേക്കുന്നു. പിന്നെ ബാക്ക് ബമ്പറിൽ എന്ന് പറയുന്നത് നമ്മളൊരു ഡിഫ്യൂസറാണ്, അതും സ്പോർട്സ് ബമ്പറിൻ്റെ ഡിഫ്യൂസർ തന്നെയാണ്. അതിനകത്ത് നമ്മൾ ഇതിൻ്റെ സെൻറ്ററിൽ ലൈറ്റിൻ്റെ പോർഷൻ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അത് പുതിയൊരു ലൈറ്റ് കൊണ്ടുവന്നപ്പം അതനുസരിച്ച് നമ്മൾ ക്ലിയർ ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ അത് എല്ലാം ഫിറ്റിങ് ബാക്കി കിടക്കുകയാണ്. ഇതിൻ്റെ എല്ലാം നമ്മൾ ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ. അതിൽ ഇൻറ്റീരിയറിൻ്റെ ഒരു പോർഷനും നമ്മുടെ ഡോർ പാഡ് അങ്ങനെയുള്ള എല്ലാം ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ബാക്കിയെല്ലാം അകത്തുണ്ട്. ജസ്റ്റ് ഒരു പീസ് എടുത്ത് വെച്ചതേ ഉള്ളൂ. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് നമ്മൾ അടുത്ത വീഡിയോയിൽ നല്ല വിശദമായിട്ട് നമുക്ക് ക്ലിയർ ചെയ്ത് പറയാം. അപ്പം ഇതിനകത്ത് ബാക്കി പണികൾ കിടക്കുകയാണ്. ഇനിയുള്ള ഫിറ്റിംഗ് ആണ്, മൊത്തം ഫുള്ള് ഫിറ്റിംഗ് ഉള്ളതാണ്. ഇനി ഇതിന് എക്സോസ്റ്റും ഒക്കെ ഉള്ളതാണ്. അത് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ സെറ്റ് ചെയ്ത് പറയാം. ഇതിനകത്ത് അത്യാവശ്യം വലിയ ഒരു രീതിയിലൊക്കെയാണ് ചെയ്തേക്കുന്നത്. അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ക്ലിയർ ചെയ്ത് പറയാം. അപ്പം നമ്മൾ ഇപ്പം കുറേ കാലമായിട്ട് വർഷങ്ങളായി നമ്മൾ ഈ മോഡിഫിക്കേഷൻ്റെ ഫീൽഡിൽ ഉണ്ട്. 10-15 വർഷത്തോളമായി നമ്മൾ ഇതിനകത്തുണ്ട്. അപ്പം നമ്മളിതൊക്കെ വീഡിയോ കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. അപ്പം വരുന്നവരെല്ലാം നമ്മളൊക്കെ പറയുന്നത് വെച്ചാൽ യൂട്യൂബിലും ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ നമ്മൾ ഒന്ന് തുടങ്ങാൻ എല്ലാവരും വരുന്നവരെല്ലാവരും അങ്ങനെ പറയുന്നുണ്ട്. എല്ലാവരും ഐഡി ചോദിക്കും. അപ്പോൾ നമ്മളതിനകത്ത് വലിയ ആക്റ്റീവ് അല്ലാത്തതുകൊണ്ട് നമ്മൾ കടക്കാരുടെ വർക്കുകളും പിന്നെ പുറത്തുനിന്നുള്ള വർക്കുകളും ഒക്കെയാണ് നമുക്ക് കൂടുതലും വരുന്നത്. വലിയ വർക്കുകളൊക്കെയാണ് നമുക്ക് കൂടുതൽ വരുന്നത്. നമ്മൾ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കുന്നതുകൊണ്ട് നമുക്ക് ടൈം കിട്ടിയല്ല. അന്നേരം നമ്മൾ വിചാരിച്ചിപ്പം എല്ലാവരും ചോദിക്കുമ്പം ഒന്ന് ചെയ്യാന്നുള്ള രീതിയിൽ നമ്മളിപ്പം ഒരു പുതിയൊരു വീഡിയോ ഇട്ടതാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും യൂട്യൂബിലും എല്ലാം കയറി നമുക്കൊന്ന് സപ്പോർട്ട്